രാഷ്ട്രപതിയെ അവഹേളിച്ച ഡിവൈഎസ്പിയെ പുറത്താക്കണമെന്ന് ബിജെപി. രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തെ വിമർശിച്ചുകൊണ്ട് ഡിവൈഎസ്പി വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ടതിൽ പ്രതിഷേധിച്ച് ബിജെപി മാർച്ച് നടത്തി. ശബരിമല ദർശനത്തിന് വന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ നിയമം പാലിക്കേണ്ട ആലത്തൂർ ഡിവൈഎസ്പി മനോജ് കുമാർ പാർട്ടി സഖാക്കൾ കവലപ്രസംഗം നടത്തുന്നതിനേക്കാൾ തരംതാഴ്ന്ന രീതിയിൽ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ അയച്ചതിൽ പ്രതിഷേധിച്ച് ബിജെപി മാർച്ച് നടത്തി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ടൗൺ ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് സമാപിച്ചു. പോലീസിലെ CPM ഫ്രാക്ഷന്റെ നേതാവാണ് ആലത്തൂർ ഡിവൈഎസ്പി മനോജ് കുമാർ. ഭാരതത്തിന്റെ സർവ്വ സൈനാധിപയായ രാഷ്ട്രപതിയെ കേവലം സങ്കുചിത രാഷ്ട്രീയ മനോഭാവത്തോടുകൂടി അവഹേളിക്കാൻ ശ്രമിച്ചതിനെ കേരളത്തിലെ പൊതുസമൂഹം മാപ്പ് തരില്ലെന്നും ഒരു നിയമപാലകൻ പാലിക്കേണ്ട എല്ലാ ചട്ടങ്ങളും ലംഘിച്ച ഡിവൈഎസ്പിയെ പുറത്താക്കണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു. ജില്ലാ ഉപാധ്യക്ഷൻ EP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഏതാനും നാളുകളായി വിവാദത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ശബരിമലയിൽ ആ പുണ്യമല ചവിട്ടാനായി ശബരിമല ശാസ്താവിന്റെ ഭക്തയായ ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിലെത്തുകയും ദർശനം നടത്തി തിരികെ പോകുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഇടതുപക്ഷ സൈബർ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന ചില വാട്സപ്പ് സ്റ്റാറ്റസുകളുണ്ട്. അവിടെ നടത്തിയ ആചാര ലംഘനമെന്നാണ് പറയുന്നത് ഇവിടുത്തെ സഖാക്കന്മാരാണ്. 2018 ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ വനിതാ മതിൽ സൃഷ്ടിച്ച, ശബരിമലയുടെ ആചാരങ്ങൾ മുഴുവൻ തകർത്തെറിഞ്ഞ ഇവിടുത്തെ സഖാക്കന്മാർ പറയുന്നു രാഷ്ട്രപതി, ഇത്രയേറെ പ്രായമുള്ള ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപ ശബരിമലയിൽ കയറിയതിൽ, മല ചവിട്ടിയതിൽ അതിൽ ആചാര ലംഘനമുണ്ടെന്ന്. ജില്ലാ സെക്രട്ടറി K പ്രസാദ്, മണ്ഡലം അധ്യക്ഷൻ R രഞ്ജിത്ത്, ജനറൽ സെക്രട്ടറി A ഗോപകുമാർ, കുളപ്പുള്ളി ഏരിയ അധ്യക്ഷൻ മനോജ് ആറാണി, ഷൊർണൂർ ഏരിയ അധ്യക്ഷൻ ഹരീഷ്, ജില്ലാ കമ്മിറ്റി അംഗം സതീഷ് നമ്പ്യാർ, മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സിനി മനോജ്, OBC മോർച്ച മണ്ഡലം അധ്യക്ഷൻ KT രവിദാസ്, OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി കുഞ്ഞുകുട്ടൻ, ജില്ലാ സോഷ്യൽ മീഡിയ കൺവീനർ രാജേഷ് വെള്ളോത്ത്, K നാരായണൻ, കൃഷ്ണദാസ് കണയം തുടങ്ങിയവർ നേതൃത്വം നൽകി. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.